കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്യാൻസറിന് കാരണമാകുന്ന പദാർത്ഥം അടങ്ങിയിരിക്കുന്നതായി കാണിച്ച് ഹോങ്കോങ്ങും സിംഗപ്പൂരും ഇന്ത്യൻ കറി മസാലകൾ തിരിച്ചയച്ചതിനു പിന്നാലെ നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ കറി മസാല നിർമ്മാണ കമ്പനികളായ MDH, എവറസ്റ്റ് എന്നിവയുടെ മസാലകളാണ് മടക്കി അയച്ചത്. സംഭവത്തിനു പിന്നാലെ ഇന്ത്യയിലൊട്ടാകെയുള്ള മസാല നിർമ്മാണ ഫാക്ടറികളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. രാജ്യത്തെ എല്ലാ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർമാർക്കും ഇതു സംബന്ധിച്ച നിർദ്ദേശം നൽകിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. MDH, എവറസ്റ്റ് അടക്കമുള്ള രാജ്യത്തെ എല്ലാ മസാല നിർമ്മാണ കമ്പനികളുടെ ഫാക്ടറികളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുന്ന ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യത്തെ എല്ലാ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർമാർക്കും ഉത്തരവയച്ചിട്ടുണ്ട്. 3-4 ദിവസത്തിനുള്ളിൽ രാജ്യത്തുള്ള എല്ലാ മസാല നിർമ്മാണ ഫാക്ടറികളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു കഴിയും. 20 ദിവസത്തിനുള്ളിൽ സാമ്പിളുകളുടെ പരിശോധനാ റിപ്പോർട്ട് ലഭിക്കുമെന്നും ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഓൺ ക്യാൻസർ ഗ്രൂപ്പ് 1 കാർസിനോജൻ വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുള്ള എഥലിൻ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്ന് കാണിച്ചാണ് ഹോങ്കോങ്ങും സിംഗപ്പൂരും MDH, എവറസ്റ്റ് എന്നിവയുടെ മസാലകളുടെ വിൽപ്പന തടഞ്ഞത്. MDHന്റെ മദ്രാസ് കറി പൗഡർ, സാമ്പാർ മസാല, കറി പൗഡർ എന്നിവയും എവറസ്റ്റിന്റെ മീൻ കറി മസാലയും അടക്കം 4 മസാലകളുടെ വിൽപ്പനയാണ് ഹോങ്കോങ്ങിന്റെ സെന്റർ ഫോർ ഫുഡ് സേഫ്റ്റി ഏപ്രിൽ 5-ന് തടഞ്ഞത്. എവറസ്റ്റിന്റെ മീൻകറി മസാലയുടെ വിൽപ്പനയാണ് സിംഗപ്പൂർ ഫുഡ് ഏജൻസി തടഞ്ഞത്. അനുവദനീയമായ അളവിലും കൂടുതലായി എഥലിൻ ഓക്സൈഡ് അടങ്ങിയിരിക്കുന്നു എന്ന് കാണിച്ചാണ് സിംഗപ്പൂർ സർക്കാരും മസാലയുടെ വിൽപ്പനയ്ക്ക് പൂട്ടിട്ടത്. എവറസ്റ്റ് മസാലയുടെ കയറ്റുമതിക്കാരനായ SP മുത്തയ്യ ആൻഡ് സൺസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും അവർ ഉൽപ്പന്നങ്ങൾ ഉടൻ തിരിച്ചു കൊണ്ടുപോകുമെന്നും ഏപ്രിൽ 18-ന് സിംഗപ്പൂർ ഔദ്യോഗിക വെബ്സൈറ്റിൽ പങ്കുവച്ച റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ച് MDH, എവറസ്റ്റ് കമ്പനികൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എഥലിൻ ഓക്സൈഡ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്നതിന് ഇന്ത്യയിലും വിലക്കുണ്ട്. പരിശോധനകളിൽ മസാലകളിൽ എഥലിൻ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. ക്രിമിനൽ കേസടക്കം എടുക്കുവാനുള്ള വകുപ്പുള്ള കുറ്റകൃത്യമാണ് ഇതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലെ സ്പൈസ് ബോർഡുമായി ചേർന്ന് രാജ്യത്താകമാനം ഇത് സംബന്ധിച്ച് അവബോധം നൽകാനുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്നതായും ഉന്നത വൃത്തങ്ങൾ പറയുന്നു. ഇന്ത്യയിലെ മസാല ഫാക്ടറികളിൽ മിക്കപ്പോഴും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടക്കാറുണ്ട്. എന്നാൽ എഥലിൻ ഓക്സൈഡ് അടക്കം മനുഷ്യന് ഹാനികരമായ വസ്തുക്കൾ കണ്ടെത്തിയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു.